നിങ്ങൾ ഞെട്ടാൻ റെഡി ആയിക്കോളും. ഹെയർ ട്രാൻസ്പ്ലാന്റ് ഇല്ലാതെ തന്നെ തലയിൽ മുടി വരുമോ എന്ന് പല ആൾക്കാരും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ അടുത്ത് ആയിരക്കണക്കിന് ആൾക്കാരുടെ എക്സാമ്പിൾസ് ഉണ്ട്, ആയിരക്കണക്കിന് ഫോട്ടോസ് എൻ്റെ അടുത്തുണ്ട്. ട്രാൻസ്പ്ലാന്റ് ചെയ്ത ആൾക്കാരുണ്ടും ട്രാൻസ്പ്ലാന്റ് ചെയ്യാതെ മുടി വന്ന ആൾക്കാരുണ്ടും. അതിൽ ഞാനൊരു പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ട്രാൻസ്പ്ലാന്റോട് മുടി വന്ന 79 പേരുടെ റിസൾട്ട് ചെയ്ത ഒരു ഫ്രീഡം സീരീസ് നിങ്ങൾ കണ്ടു കാണും. ഇത് ട്രാൻസ്പ്ലാന്റ് ചെയ്യാതെ ഒരു മെഡിസിൻ കൊണ്ട് മാത്രം മുടി വന്ന 25 പേരുടെ റിസൾട്ട്സാണ് ഞാൻ ഈ സീരീസിൽ കൊണ്ടുപോകുന്നത്. മരുന്ന് കൊണ്ട് കഷണ്ടിയിൽ മുടി എന്നാണ് സീരീസിൻ്റെ പേര്. ഇദ്ദേഹത്തിൻ്റെ പേര് കിരൺ എന്നാണ്. ഓക്കെ, ഞാൻ അദ്ദേഹം എനിക്ക് അയച്ചൊരു മെസ്സേജ് സ്ക്രീൻഷോട്ട് കാണിക്കാം, നിങ്ങൾ നോക്കിക്കോളും. അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഒരു സാധാരണക്കാരനാണ്, കൊറിയറിലാണ് വർക്ക് ചെയ്യുന്നത്, സാധാരണക്കാരൻ പയ്യനാണ്, ട്രാൻസ്പ്ലാന്റ് ചെയ്യാനുള്ള കാശില്ല. ഈ കാശ് ഒപ്പിക്കാൻ വേണ്ടി തന്നെ 3 വർഷം എടുത്തു. നിങ്ങൾ ചിന്തിക്കുക, അത്രയും ആഗ്രഹമാണ്, മുടി വേണമെന്നാണ്. മുകൾ വശം കംപ്ലീറ്റ് തിന്നിങ് ആണ്. ഇങ്ങനത്തെ കേസുകൾ ആര് കിട്ടിക്കഴിഞ്ഞാലും ഒരു 4000-4500 ഗ്രാഫ്റ്റ് ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് അങ്ങ് വിടും. ഏത് ക്ലിനിക്ക് കിട്ടിയാലും അങ്ങനെ വിടും. പക്ഷേ എന്നെ ഒരു വ്യക്തി കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കൃത്യമായ സജഷൻസ് കൊടുക്കും. എൻ്റെ സജഷൻസ് ഫ്രീ ആണ്. ഞാൻ അദ്ദേഹത്തിനടുത്ത് പറഞ്ഞു, ഈ ഫോട്ടോ കാണും, എനിക്ക് തോന്നുന്നില്ല ഇത് ട്രാൻസ്പ്ലാന്റ് ആവശ്യം വരുമെന്ന്, മെഡിസിൻ കൊണ്ട് തന്നെ വരാനുള്ളൊരു ചാൻസ് ഞാൻ കാണുന്നു എന്ന് അദ്ദേഹത്തിനടുത്ത് പറഞ്ഞു. ഞാൻ സർജറി ചെയ്ത് അതേ ക്ലിനിക്കിലോട്ട് അദ്ദേഹം പോയത്, അവിടുത്തെ ഡോക്ടർമാരെ കണ്ടും അവിടുത്തെ ഡോക്ടറും പറഞ്ഞതാണ് നമുക്കൊന്ന് ട്രീറ്റ്മെൻറ്റ് ട്രൈ ചെയ്ത് നോക്കാം, നോൺ സർജിക്കൽ, സർജറി ഇല്ലാതെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ അദ്ദേഹം മെഡിസിൻ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. അറൗണ്ട് ഒരു 4 മാസമാകുമ്പം എന്നെ ഞെട്ടിച്ചുകൊണ്ട് അദ്ദേഹം എനിക്ക് കുറച്ച് ഫോട്ടോസ് അയച്ചു തന്നു. ആ ഫോട്ടോ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. 4 മാസമാകുമ്പോൾ അദ്ദേഹം തലയിൽ ഇത്രത്തോളം മാറ്റം വന്നു. ഇത് ശരിക്കും അത്ഭുതം തന്നെയാണ്. 4 മാസം കൊണ്ട് തന്നെ ഇങ്ങനെ വരുമോ? ചിന്തിക്കേണ്ട ഒരു കാര്യം, എല്ലാവർക്കും 4 മാസം കൊണ്ട് തന്നെ മെഡിസിനോട് ഈ റിസൾട്ട് വരണമെന്നില്ല. ഓരോ ആൾക്കാരുടെ ഹെയറിൻ്റെ ക്വാളിറ്റി, ബാക്കി കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മൾ എത്രത്തോളം കെയർ ചെയ്യുന്നു എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. അതേ വ്യക്തി ഏകദേശം ഒരു 8 മന്ത്സ് കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ റിസൾട്ട്സ് ഇതാണ്. ഒരു ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തിട്ടില്ല, വെറു ട്രീറ്റ്മെൻറ്റ് കൊണ്ട് മെഡിസിൻ കൊണ്ട് വന്ന റിസൾട്ടാണ്. എല്ലാം വിത്ത് പ്രൂഫാക്കി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് റിസൾട്ട്സ്. ഈ ഒരു സീരീസിൽ ഞാൻ ഒരുപാട് നിരവധി ഇങ്ങനത്തെ ആൾക്കാരുടെ റിസൾട്ട് ഷെയർ ചെയ്യാൻ പോവാണ്. സോ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഐ വിൽ കം ബാക്ക് വിത്ത് എ ന്യൂ വീഡിയോ വെരി സൂൺ.